കണ്ടാ എന്നാ അഭിപ്രായം? അല്ല അലമാരക്കകത്ത് കഷ്ടപ്പെട്ട് കയറിയ ഒരു അവാർഡ് മസ്റ്റ് ആയിട്ട് തരണം. അലമാരക്കകത്ത് കയറി ഇരുന്നേനാ അവാർഡ്, അല്ലാതെ ആ വേഷം ചെയ്തേനല്ല. ആ വേഷം ചേച്ചിയില്ലാതെ വേറെ ആർക്കാ മലയാള സിനിമ ചെയ്യാൻ പറ്റില്ല? അത് ഒരാളെ ഓപ്ഷൻ പറയൂ, ആരാ ഉള്ളേ? ആളില്ല. അല്ല, അങ്ങനെ വെടിവെക്കാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ധ്യാനെ? അതും അലമാര തുറന്നിട്ട്. അല്ല, ആ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ബാക്കി എല്ലാ വെടിയും ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ വെടിയൊക്കെ. പക്ഷെ ഈ വെടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വെടിയായിരുന്നു. അല്ല, ആ വെടിവെക്കൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് ആയിരുന്നില്ലേ, ഞെട്ടിച്ചില്ലേ? അതിന്റെ സംശയം എന്നറിയാമോ, അത്രയും നേരം അതിനകത്ത് എങ്ങനെ ഇരുന്നു? അത്രയും നേരം എങ്ങനെ ഇരുന്നു? പക്ഷെ അത്ര സുരക്ഷിതമായിട്ടായിരുന്നു അതിനകത്ത് ഞാൻ ഇരുന്നത്. ലാലേട്ടൻ നരസിംഹത്തിനകത്ത് വെള്ളത്തിന് ഒളിച്ചിരിക്കുന്ന പോലെ അല്ല, പക്ഷെ അത് കറക്റ്റായിട്ട് അവർ അതിനെ കയറ്റി ഇരുത്തിയ സ്റ്റെപ്പൊക്കെ ഇട്ട് അതിനകത്ത് അലമാരക്കകത്ത് കയറി. അതിനകത്തുള്ള ഇടയുണ്ടായിരുന്നു, പക്ഷെ അവരത് ഇരുന്നതിന് ശേഷം എല്ലാം ഫില്ല് ചെയ്ത. പക്ഷെ ചേച്ചി പറഞ്ഞു ആദ്യമായിട്ടാണ് ചേച്ചി തോക്ക് കൈകൊണ്ടോടുന്ന, ആദ്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ ചേച്ചി ഒരു തോക്ക് എടുത്തിട്ടില്ല, വെടി വെച്ചിട്ടുമില്ല. വെടി വെച്ചിട്ടുമില്ല. വെടി വെച്ചിട്ടില്ല. വെച്ച വെടി കൊണ്ടല്ലോ, മനസ്സിൽ കൊണ്ടു. ഉഗ്ര സിനിമയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് തോന്നിയില്ല അല്ലെ, അങ്ങനെ ഇതുവരെ വെടി വെക്കാത്ത ഒരാളാണെന്നൊന്നും തോന്നിയില്ല. വി ഫെൽറ്റ് ലൈക്ക് ഒരുപാട് വെടി വെച്ച ആളാണെന്ന് തോന്നി. ഞാൻ നല്ല വെടിക്കാരി അത് പറയുന്നുണ്ട് അതിനകത്ത്. അല്ല, ഞാൻ പറയുന്ന അങ്ങനെയല്ല. നമ്മള് ഈ ഗണ്ണൊക്കെ നമുക്ക് ചിലവർ പിടിക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും. ആ സ്റ്റൈൽ, ദ പാറ്റേൺ ദേ ആർ ഹോൾഡിംഗ് അപ്പ് ദ ഗൺ കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ ചേച്ചിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അതിങ്ങനെ യൂസ് ചെയ്ത് വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നാണ് വാട്ട് ഐ മെന്റ്. അത് പഠിച്ചതാ, അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവിടെ ആളുണ്ടായിരുന്നു. അവിടെ തോക്കെടുക്കാൻ എടുക്കാനും. വലിയ തോക്കുണ്ടാവും, വലിയ തോക്കിന് ഭയങ്കര വെയിറ്റാ. പലമാരുടെ ആയതുകൊണ്ട് എന്റെ കയ്യിൽ ചെറിയ തോക്ക് വന്നേ. അല്ലെ വലിയ തോക്ക് ഞാൻ ആദ്യം പഠിച്ചേ. വലിയ തോക്കുമായിട്ടായിരുന്നെങ്കിൽ ആ എൻട്രി എങ്ങനെ ഉണ്ടാവും ചേച്ചിക്ക്? ആ വലിയ തോക്ക് ചേരുമായിരുന്നോ ധ്യാനെ? പക്ഷെ അലമാരിക്കത്തൊന്നും വെടി വരും, ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വെടിവെക്കുന്ന സീൻ ഉണ്ടെന്ന് അലമാരിയിൽ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ വിചാരം അലമാരിയുടെ പുറകിൽ നിന്നിട്ട് തോക്കുമായിട്ട് വരുമെന്നുള്ള കഥ പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ കണ്ടത്. കാരണം അതിനകത്ത് ഷാപുഷ്കർ എന്റെ അടുത്ത് അവിടെ ചെന്നപ്പോ കഥ പറഞ്ഞത് അങ്ങനെയായിരുന്നു. പക്ഷെ അലമാരിക്കകത്ത് ഉള്ളി കയറി ഇരുന്നിട്ടാന്നുള്ളത് പിന്നെ എന്റെ അടുത്ത് വരുന്ന ഉണ്ണിമായയാ. അങ്ങനെയാണ്. ഞാൻ എന്താ തോന്നുന്നത്, എന്തായാലും ചേച്ചിയുടെ വെടിവെപ്പ് നന്നായിട്ട് തന്നെ. വെടിവെപ്പിനപ്പുറം ആ സിനിമ ഗംഭീര സിനിമയായിരുന്നു. അതെ 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 അതെ, തീർച്ചയായും. അപ്പൊ ഞങ്ങൾ ഇനി കൂടുതലായിട്ട് ജസ്റ്റ് ഫോർ ഫൺ, കാരണം എന്തും പറയാൻ ഞങ്ങൾക്ക് റൈറ്റ്സ് ഉള്ള ഒരാളാണ് പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെ, ധ്യാനോടും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇനി അത് അനൗൺസ് ചെയ്യാൻ പോവാണ് ചേച്ചി. അപ്പൊ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ 2024 ആരാണ്? ധ്യാനാണ് ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ 2024. പൊന്നമ്മ ചേച്ചിയാണ് അവാർഡ് നൽകുന്നത്. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എത്ര സിനിമകൾ, മാക്സിമം നമ്പർ ഓഫ് സിനിമാസ് ഇപ്പൊ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ 86-ലെ നമ്പർ വരെ കടത്തി വെട്ടിയാണെന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞേക്കുന്നത്. മമ്മൂക്കയുടെ 86-ലെ പടങ്ങളൊക്കെ ഓടിയിരുന്നു ചെറിയ രീതിയിലൊക്കെ. ആ രീതിയിൽ അവാർഡ് ശരിക്കും ഞാൻ ഗിന്നസിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അല്ല സത്യമായിട്ടും ഞാൻ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. തുടർന്ന് അങ്ങോട്ട് അവാർഡുകളുടെ നേരെ ആവട്ടെ, അങ്ങനെയുള്ള നല്ല പടങ്ങളും വരട്ടെ, ചെയ്യട്ടെ. അതില് എല്ലാ കൊല്ലം ഡിജിറ്റൽ സ്റ്റാർ മതി എനിക്ക്. അല്ല, ബാക്കി ഇനിയും ധ്യാനോട് ചോദിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് വളരെ പിവറ്റൽ ആയിട്ടുള്ള ഒരു അവാർഡ് കൂടി നമ്മൾ കൊടുക്കാൻ പോവാണ്. രാത്രി കൂളിംഗ് ക്ലാസ് വെച്ചിരിക്കുന്നത് എന്റെ സംശയം. സത്യം പറയട്ടെ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. അത് വായിക്കാൻ പോലും ഞങ്ങൾക്കറിയില്ല. ഇത് ഡോൾസ് ഗബാന എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയപ്പോ എടുത്തതാണ്. രണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആയി. ഒന്ന്, അവൾ അമേരിക്കയിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യവും. ഇനി ഈ പ്രോഗ്രാമിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അത് എന്റെ അവാർഡായിരുന്നില്ലേ? ഇതിന്റെ മുകളിലൊരു അവാർഡുണ്ടോ? അങ്ങനെയല്ല, വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അത് ഞാൻ പറയുള്ളൂ. ഇപ്പൊ എന്നെ പറയാൻ അനുവദിക്കരുത് പ്ലീസ്. ഓക്കെ, റെഡി? എന്ത് വീഡിയോ അത്? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലസി സർ? ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട.
ശൂന്യാകാശത്തെ പ്രണയിച്ച ഒരു പെൺകുട്ടി. റിയാസ് ആണാണോ പെണ്ണാണോ എന്നാണ് ഇവിടെ പഠിക്കുമായിരുന്നു ശരിക്കും ക്ലാസ്സിൽ. കല്യാണം കഴിഞ്ഞതൊന്നും അറിയാതെ മെസ്സേജ് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് അർജുനെ. റോബിന് ദിൽഷനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഒരാണിനെ കല്യാണം കഴിക്കുവോ ജാസ്മിൻ എപ്പോഴും? ദിൽഷ കല്യാണം കഴിക്കുകയാണെങ്കിൽ റോബിനെ കൺസിഡർ ചെയ്യോ? ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കോ? ബഹിരാകാശ സഞ്ചാരികളെക്കാൾ കൂടുതൽ തവണ ആകാശങ്ങളിലേക്ക് പറന്നുയരാനും വട്ടമിട്ട് പറക്കാനും ഏറെ ഇഷ്ടമാണ് ഈ പെൺകുട്ടിക്ക്. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരിക? ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. പ്രതിഭയാണ്, പ്രതിഭാസമാണ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ലെങ്കിലും കർമ്മ മേഖലയിൽ മീര ചെയ്ത പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കാത്തതും പ്രേക്ഷകരുടെ ഹൃദയം നിറഞ്ഞ കയ്യടിക്ക് വിധേയമാകാത്തതുമാണ്. സിവിൽ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് പണിയെടുത്ത ഒരാളാണ്. ആധുനിക മനഃശാസ്ത്രത്തിലെ ലോകപ്രശസ്തമായ 3 മണ്ടത്തരങ്ങൾ മീരയുടേതാണ്. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാർ തലകുത്തി നിർത്തി അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ടൊരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസ്സി സാർ എന്ന് പറയുന്നത്. സഹിക്കാൻ പറ്റണ്ടേ, ഞാനൊക്കെ മാറി കരയേ. കാലത്തെ സാക്ഷിയാക്കി കുട്ടികൾ കൊണ്ട് യൗവനത്തെ ശീലമാക്കിയ 45-ാം വയസ്സിലേക്ക് കടക്കുന്ന മീരയുടെ ജൈത്രയാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും. അതോടൊപ്പം വരും വർഷങ്ങളിൽ ചൊവ്വ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ കൂടി മീരയ്ക്ക് കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Oh my God! ഇത് ദ്രോഹമാണ് കേട്ടോ. ഇത് സത്യം എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിരുന്ന ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്യോ ആരെങ്കിലും? എന്നോട് പറഞ്ഞില്ല കേട്ടോ. അതും നല്ല രീതിയിലൊന്നും അല്ല അവാർഡ്. എങ്ങാണ്ട് മോശം ചോദ്യം ചോദിച്ച് മാക്സിമം വെറുപ്പിക്കുന്നതിനാ. ഈ അവാർഡ് നോമിനേഷൻ പോലും ഇല്ലായിരുന്നു. വേറെ ആരും ഇത്രയും വെറുപ്പിക്കുന്നില്ല. ഇതൊരു തെറ്റാണോ? വെറുപ്പിക്കുന്നതിന്റെ അല്ല, ബഹിരാകാശ ഇതിനല്ലേ അവര് പറഞ്ഞു, വെറുപ്പിച്ചിട്ടില്ല. നീ ഇപ്പോഴാ വെറുപ്പിച്ച മീരെ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ ഫാൻസിന്റെ കയ്യിൽ നിന്നൊക്കെ പഞ്ഞിക്കിടൂന്ന് വരെ വീട്ടിൽ വന്ന് തല്ലൂന്ന് വരെ എനിക്ക് കിട്ടിയായിരുന്നു. അന്നത്തെ ആ ഇവന്റ് കഴിഞ്ഞിട്ട് ഞാൻ ലാലേട്ടനോട് എന്താ പരിഗണിക്കാതിരുന്നതെന്നൊക്കെ ചോദിച്ചത് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ ആ അവസരത്തിൽ. ഇതൊക്കെ വെറുതെ ഇട്ട് ഓർമ്മിപ്പിക്കുകയാണോ കരയിപ്പിക്കാനായിട്ട്? പക്ഷെ എന്ത് പറഞ്ഞാലും അവാർഡ് സ്വീകരിക്കാം സാർ. ബഹിഷ്കരിക്കില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ടെലിവിഷൻ അവതാരകമാരിൽ പ്രധാനികളായ ആളാണ് മീര അനിൽ. റിയാലിറ്റി ഷോയ്ക്ക് പുറമെ മറ്റ് ഷോകളിലും അവതാരകയെ മീര എത്താറുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് മീരയുടെ വീഡിയോകളിലൂടെ ഭർത്താവ് വിഷ്ണു പ്രേക്ഷകർക്ക് പരിചിതനാണ്. മാട്രിമോണിയൽ സൈറ്റിലൂടെയാണ് ഇരുവരും കണ്ടുമുട്ടിയത്. നിരവധി ഇന്റർവ്യൂകളിലാണ് മീര നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ അവതാരകയായിട്ടാണ് ആദ്യം നമുക്ക് മുന്നിലേക്ക് മീര എത്തുന്നത്. പിന്നീട് ഒരുപാട് നടന്മാരുടെയും നടിമാരുടെയും പ്രൊമോഷൻസിലും അങ്ങനെയെല്ലാം അവാർഡ് നൈറ്റുകളിലും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മീര അവതാരകയെത്തിയിട്ടുണ്ട്. മൈൽസ്റ്റോൺ മേക്കേഴ്സുമായി ഒന്നിച്ചാണ് മീര ഏറ്റവും അധികം ഇന്റർവ്യൂകൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. പോപ്പുലർ ഇന്റർവ്യൂവറും മീര തന്നെയാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് അവാർഡ് നൈറ്റിൽ മീര കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് വന്നത്. ആ ദിവസത്തെ മീരയുടെ ലുക്കിനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയത്. എന്തിനാണ് ഈ രാത്രിയും കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നിരിക്കുന്നതെന്ന് ധ്യാൻ മീരയോട് ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്.